ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നമ്മുടെ ഒരുമിച്ചുള്ള തിരുവചന ധ്യാനത്തിനായിട്ട് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായം 1 മുതൽ 14 വരെയുള്ളതായ വാക്യങ്ങൾ. അതിൻ്റെ ശേഷം യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് ഈ വിധമായിരുന്നു. ശിമോൻ പത്രോസും ദിദിമോസ് എന്ന തോമസും ഗലീലയിലുള്ള കാനായിലെ നദനീയരും സബദി മക്കളും അവരുടെ ശിഷ്യന്മാരിൽ വേറെ 2 പേർ ഒരുമിച്ച് കൂടിയിരുന്നു. ശിമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നത് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരുടെ, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. പടകിൻ്റെ വലത്ത് ഭാഗത്ത് വല വീശുവീൻ, എന്നാൽ നിങ്ങൾ കിട്ടുമെന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി മീനിൻ്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശേഷം പത്രോസിനോട്, അത് കർത്താവാകുന്നെന്ന് പറഞ്ഞു. കർത്താവാകുന്ന ശിമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകിയ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിൽ അധികം ദൂരത്തിലായിക്കാൻ മീൻ നിറഞ്ഞ വല ഇഴിച്ചും കൊണ്ട് ചെറിയ പടകിൽ വന്നു. കരയ്ക്കെത്തിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്ന അപ്പവും കണ്ടു. യേശു അവരോട്, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. ശിമോൻ പത്രോസ് കയറ്റി 153 വലിയ മീൻ നിറഞ്ഞ വല അവർ കരയ്ക്ക് വലിച്ചു കയറ്റി. അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യേശു അവരോട്, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്നറിഞ്ഞിട്ട് ശിഷ്യന്മാർ ഒരുത്തനും നീ ആരെന്ന് അവനോട് ചോദിപ്പാൻ തുനിഞ്ഞില്ല. യേശു വന്ന് അപ്പം എടുത്ത് അവർക്ക് കൊടുത്തു. മീനും അങ്ങനെ തന്നെ. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തുന്നതിന് ശേഷം ഇങ്ങനെ 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്നതിനെ കുറിച്ചാണ് നാം വായിച്ചതായ വേദഭാഗത്ത് കാണുന്നത്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം ശിഷ്യന്മാരുടെ ഭാവി അനിശ്ചിതത്വത്തിലായി. ഇനിയും ഞങ്ങളുടെ ജീവിതം എങ്ങനെ എന്ന ചോദ്യചിഹ്നം. ഭാവിയെക്കുറിച്ചുള്ള ആകുല ചിന്തയും ഉത്കണ്ഠയും അവരെ പഴയ പണിയിലേക്ക് പോകുവാൻ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ്. അവരുടെ പഴയ പണി മീൻപിടുത്തമായിരുന്നു. ആ മീൻപിടുത്തത്തിലേക്ക് അവർ പോയി എന്നുള്ളതാണ്. എന്നാൽ ഒരു രാത്രിയോട് അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്തതായ നിരാശ നിറഞ്ഞതായ അനുഭവമായിരുന്നു അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. യേശുവിനെ കൂടാതെയുള്ള അധ്വാനമെല്ലാം പാഴായ പരിശ്രമമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ദൈവത്തിൽ നകന്ന് നമ്മൾ എന്തെല്ലാം പരിശ്രമിച്ചാലും എന്തെല്ലാം വാരിക്കൂട്ടാൻ ശ്രമിച്ചാലും അത് പാഴായ പരിശ്രമമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഇവിടെ നമ്മൾ വായിച്ചതായ വേദഭാഗത്ത് നമുക്ക് ലഭിക്കുന്ന സന്ദേശം അന്വേഷിച്ചു വരുന്ന യേശു കർത്താവിനെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അന്വേഷിച്ചു വരുന്ന യേശു കർത്താവ്. കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? സ്നേഹത്തോടെ വിളിക്കുന്നു, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? ഇത്ര സ്നേഹവാനായ ദൈവത്തിൻ്റെ അരികിൽ നിന്നും അകന്നുപോയ ശിഷ്യന്മാരെ എത്ര സ്നേഹത്തോടു കൂടിയാണ് കർത്താവ് വിളിക്കുന്നത് കുഞ്ഞുങ്ങളെ എന്ന്. ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു കർത്താവ് നമുക്കുള്ളപ്പോൾ നമ്മൾ എന്തിനാണ് ഭാരപ്പെടുന്നത്? എന്തിനാണ് നമ്മൾ പ്രയാസപ്പെടുന്നത്? എന്തിനാണ് നമ്മൾ ആകുല ചിന്തയിലാകുന്നത്? എന്തിനാണ് നമ്മൾ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠയിൽ കഴിഞ്ഞുകൂട്ടുന്നത്? ദൈവം കരുതുന്ന ദൈവമാണ്. ദൈവം കരുതുന്ന ദൈവമാണ്. ഇവർ വീശിയെടുത്ത് തന്നെ ദൈവം മീനിനെ കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ്. പടകിൻ്റെ വലത്ത് ഭാഗത്ത് വല വീശുവീൻ, എന്നാൽ നിങ്ങൾ കിട്ടും എന്നുള്ളത്. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും ലഭിക്കാത്ത സാഹചര്യത്തിൽ അവർക്ക് പെരുത്ത മീൻകൂട്ടം ലഭിച്ചു എന്നുള്ളതാണ്. 1, അന്വേഷിച്ചു വരുന്ന യേശു കർത്താവ്. 2, അനുഗ്രഹിക്കുന്ന യേശു കർത്താവ്. അനുസരണം അനുഗ്രഹത്തിലേക്ക് നയിക്കുന്നു. യേശു പറഞ്ഞ വാക്കനുസരിച്ചപ്പോൾ അനുഗ്രഹമുണ്ടായി എന്നുള്ളതാണ്. അനുസരണം അനുഗ്രഹത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. 3, ശക്തിപ്പെടുത്തുന്ന യേശു കർത്താവ്. ശക്തിപ്പെടുത്തുന്ന യേശു കർത്താവ്. യേശു കർത്താവ് ഇവരെ ശക്തിപ്പെടുത്തുകയാണ്. അവർക്ക് കനലിന്മേൽ ചുട്ടടയും വറുത്ത മീനും കൊടുത്ത് അവരെ ആരോഗ്യവാന്മാരാക്കി ശക്തിപ്പെടുത്തുന്നു, ബലപ്പെടുത്തുന്നു എന്നുള്ളതാണ്. നിരാശ നിറഞ്ഞതായ സാഹചര്യത്തിൽ നിന്നും സന്തോഷം നിറഞ്ഞ സാഹചര്യത്തിലേക്ക് അവരെ മാറ്റുന്നു എന്നുള്ളതാണ്. യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകും എന്നുള്ളതാണ്.
യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് അനുഗ്രഹം ഉണ്ടാകും എന്നുള്ളതാണ്. യേശു കർത്താവ് നമ്മളെ തേടി വരുന്ന ദൈവമാണ് എന്നുള്ളതാണ്. നമ്മളെ തേടി വരുന്ന ദൈവം, നമ്മളെ ശക്തിപ്പെടുത്തുന്ന ദൈവം, നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവം. ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമ്പൂർണ്ണമായും സമർപ്പിക്കാം. ഈ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന നിശ്ചയമായും. ദൈവകരങ്ങൾ നമ്മളെ തന്നെ സമർപ്പിക്കാം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തെ നല്ല നിമിഷത്തിന് അന്യോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഭാവിയെക്കുറിച്ചുള്ള ആകുല ചിന്ത, നാളെ എന്തായിത്തീരും എന്നുള്ളതിനെക്കുറിച്ചുള്ളതായ ഉത്കണ്ഠ, ദൈവമേ നീ അറിയുന്ന സകലവും. നീ അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ലല്ലോ. നീ കരുതുന്ന ദൈവമാണ്. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടാത്ത ദൈവമാണ്. കർത്താവേ, ഈ നിന്റെ ജനത്തെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കും കർത്താവേ. വിശ്വാസം വർദ്ധിപ്പിച്ചു കൊടുക്കണമേ എന്ന് അപേക്ഷിക്കും കർത്താവേ. അന്വേഷിച്ചു വരുന്ന ഒരു കർത്താവുണ്ട്, അനുഗ്രഹിക്കുന്ന ഒരു കർത്താവുണ്ട്, ശക്തിപ്പെടുത്തുന്ന ഒരു കർത്താവുണ്ട് എന്ന് ജീവിതാനുഭവത്തിൽ തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കും കർത്താവേ. ദൈവമായ കർത്താവേ, ഈ വചനം കേട്ട എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു. യേശുവിൻ്റെ തിരുനാമത്തിൽ തന്നെ ആമീൻ. കർത്താവായ യേശുമിശിഹായുടെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ സംബന്ധ സുവാസം വാഴുകൊള്ളും നമ്മോടെല്ലാവരോടും കൂടെ എല്ലാ നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.